വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ സ്പൈസി കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വേവിച്ചിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് ചതച്ചെടുക്കണേ. കൈ വെച്ച് പിച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാനിതിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 അല്ലെങ്കിൽ 3 സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണേ. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇതിനൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂട് തണിയുമ്പോഴേക്ക് ഒരു ബൗളിലേക്ക് എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 എഗ്ഗാണ് എടുക്കുന്നത്. നമുക്ക് ഏത് സൈസിലുള്ള കേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് എഗ്ഗും സവാളയും ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതിയേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വിസ്ക് ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ സ്പൂൺ ആയാലും മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മൈദാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മൈദാണ് ചേർത്ത് കൊടുക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈദ മിക്സ് ചെയ്യുന്നതെങ്കിൽ മൈദ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ എഗ്ഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ ആദ്യം മിക്സ് ചെയ്തിട്ട് ഈ എഗ്ഗ് മിക്സിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ എഗ്ഗ് മിക്സിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് മിക്സ് ആയി കിട്ടില്ല. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫില്ലിംഗ് കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കേക്ക് തയ്യാറാക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കണേ. ബാറ്ററി സെറ്റാക്കിയതിന് ശേഷം നമുക്കൊരു 15-20 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ മല്ലിയില ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കി മുകൾ ഭാഗം സെറ്റായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചിട്ട് 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കേക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.